നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ഉച്ചവാർത്ത തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സർക്കാരിനും കേരള സിലബസ് വിദ്യാർത്ഥികൾക്കും വൻ തിരിച്ചടി. കീം പരീക്ഷാഫലം റദ്ദാക്കി ഹൈക്കോടതി. മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയത് തെറ്റ്. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്നും കോടതി. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് സർക്കാർ. കൂടുന്നതല്ല മന്ത്രിന്റെ പ്രസ്താവന. പക്ഷെ ഇവിടെ വന്ന് നോക്കുന്നേരം അങ്ങനത്തെ ഒരു നിലപാട് കാണുന്നില്ല. ബസ് ഉണ്ടാവും പറഞ്ഞിട്ട് വന്നതാ. ബസ് ഓടുന്നില്ല, ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു മാർഗം കാണില്ല. സംയുക്ത തൊഴിലാളികളുടെ ദേശീയ പണിമുടക്കിൽ വലഞ്ഞ് കേരളം. വിവിധ ജില്ലകളിൽ സർവീസിന് തയ്യാറായ KSRTC ജീവനക്കാരെ തടഞ്ഞ സമരാനുകൂല സംഘടനകൾ. ദേശീയ തലത്തിൽ പണിമുടക്കിന് പ്രതികരണമില്ല. ചെന്നൈ, ബംഗളൂരു, മുംബൈ, ഡൽഹി മെട്രോ നഗരങ്ങൾ സാധാരണ നിലയിൽ. ഡൽഹി ജന്തർ മന്ദറിൽ ഉച്ചകഴിഞ്ഞ് സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധ പ്രകടനം. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് ഗവർണർ പോരിനിടെ കടുത്ത നടപടി തുടർന്ന് താൽക്കാലിക VC സിസ തോമസ്. പദവിയിൽ തുടരരുതെന്നാവശ്യപ്പെട്ട് KS അനിൽകുമാറിന് കത്ത്. രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുതെന്നും താക്കീത്. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തി സെൻസർ ബോർഡ്. 2 മാറ്റങ്ങളോടെ പ്രദർശനാനുമതി നൽകാമെന്ന് ബോർഡ്. വി ജാനകി എന്നോ ജാനകി V എന്നോ പേരിൽ മാറ്റം വരുത്താം. കോടതി രംഗത്ത് ജാനകി എന്ന് പറയുന്നത് മ്യൂട്ട് ചെയ്യണം. നിർദ്ദേശങ്ങളിൽ നിർമ്മാതാക്കളുടെ നിലപാട് തേടി കോടതി. ഇനി ഓളപ്പരപ്പിലെ ഉത്സവകാലം. ചമ്പക്കുളം മൂലം വള്ളംകളി അല്പസമയത്തിനകം. പമ്പയാറ്റിലെ മത്സരത്തിൽ 5 ചുണ്ടൻ വള്ളങ്ങളടക്കം 11 വള്ളങ്ങൾ മാറ്റുരയ്ക്കും. ഫിഫ ക്ലബ് ലോകകപ്പിൽ ചെൽസിയുടെ എതിരാളികളെ ഇന്നറിയാം. റയൽ PSG സെമി രാത്രി 12:30 മുതൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റ് നാളെ ലോർഡ്സിൽ. ജസ്പ്രീത് ബുംറ തിരിച്ചെത്തും. കാരണം കേരള സിലബസ് വിദ്യാർത്ഥികൾക്കും വൻ തിരിച്ചടി. കീം പരീക്ഷാഫലം റദ്ദാക്കി ഹൈക്കോടതി. മാർക്ക് ഏകീകരണത്തിൽ മാറ്റം വരുത്തിയത് തെറ്റ്. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കണമെന്നും കോടതി. അഡ്വക്കേറ്റ് രാജേഷ് ഉണ്ട് വിവരങ്ങളുമായി. രാജേഷ്, ഈ സർക്കാർ പ്രവേശന നടപടികളൊക്കെ തുടങ്ങാനിരിക്കെയാണ് ഇത്തരത്തിൽ തിരിച്ചടിയായ ഒരു കോടതി വിധി വരുന്നത്. എന്തൊക്കെയാണ് കോടതി ഇത് സംബന്ധിച്ച് പറഞ്ഞത്? രാജേഷ്, സർക്കാർ പ്രവേശന നടപടികൾ തുടങ്ങാനിരിക്കെയാണ് ഈ സർക്കാരിനുമൊപ്പം സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കുമൊക്കെ തിരിച്ചടിയായി ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് കോടതി ഈ കീം ഫലം റദ്ദാക്കിക്കൊണ്ട് പറഞ്ഞത്? പ്രത്യക്ഷത്തിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിൽ ഒരു നിയമലംഘനമുണ്ട്. പ്രോസ്പെക്ടസിൽ ഇല്ലാത്ത ഒരു വെയിറ്റേജ് മാർക്ക് പരീക്ഷ പാസ്സായ ശേഷം പിന്നീട് ഒരു വെയിറ്റേജ് മാർക്ക് കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ വരുമ്പോൾ തന്നെ കൂടുതൽ മാർക്ക് മേടിച്ച പാസ്സായ ആളുകൾക്ക് വെയിറ്റേജ് കിട്ടാതെ അവർ താഴെ വരികയും റാങ്ക് ലിസ്റ്റിൽ താഴെ വരികയും അത്രയും മാർക്ക് ഇല്ലാത്തവർ മുകളിൽ വരികയും അത്തരത്തിലൊരു പ്രത്യക്ഷത്തിൽ തന്നെ ഒരു അനുവദിക്കാൻ പറ്റാത്ത, നിയമപരമായി നടത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇങ്ങനൊരു ഉത്തരവിട്ടത്. ഇപ്പോൾ സർക്കാരിന് ഈ റിസൾട്ടിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിക്കേണ്ടി വരികയാണ്. ഇത് ഈ നിലവിലുള്ള വെയിറ്റേജും ഈ പ്രോസ്പെക്ടസിൽ ഇല്ലാത്ത വെയിറ്റേജ് കൊടുത്ത നടപടിയും ഹൈക്കോടതി റദ്ദാക്കി. ഇപ്പോഴുള്ള ആ വെയിറ്റേജിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്ത റാങ്ക് ലിസ്റ്റും റദ്ദാക്കി. ഇനി സർക്കാരിന് നിലവിലുള്ള റിസൾട്ട് അനുസരിച്ച്, മാർക്ക് അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിക്കണം. ശരി. സർക്കാരിനും കേരള സിലബസ് വിദ്യാർത്ഥികൾക്കും വൻ തിരിച്ചടിയായിക്കൊണ്ട് കീം പരീക്ഷാഫലം റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. അഡ്വക്കേറ്റ് രാജേഷാണ് വിവരങ്ങൾ നൽകിയത്.
ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയ്ക്ക് 2 മാറ്റങ്ങളോടെ പ്രദർശനാനുമതി നൽകാമെന്ന് സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ. 1 ജാനകി എന്ന പേരിന് മുന്നിലോ പിന്നിലോ വി എന്ന ഇനീഷ്യൽ ചേർക്കാം. 2 കോടതി രംഗത്ത് ജാനകി എന്ന് പറയുന്നത് മ്യൂട്ട് ചെയ്യണം. നേരത്തെ ജാനകി എന്ന പേരിൽ എന്താണ് പ്രശ്നമെന്ന് കോടതി ആരാഞ്ഞിരുന്നു. അതിന് വ്യക്തമായ മറുപടി സെൻസർ ബോർഡ് നൽകിയിരുന്നില്ല. അതിനിടയിലാണ് ഈ 2 നിർദ്ദേശങ്ങൾ ബോർഡ് മുന്നോട്ട് വെച്ചത്. എന്തായാലും സെൻസർ ബോർഡ് നിർദ്ദേശങ്ങളിൽ കോടതി നിർമ്മാതാക്കളുടെ നിലപാട് തേടിയിട്ടുണ്ട്. നേരത്തെ ഹൈക്കോടതി ജഡ്ജി നഗരേഷ് 2 സെൻസർ ബോർഡ് അംഗങ്ങളോടൊപ്പം സിനിമ കണ്ടിരുന്നു. ഉച്ചയ്ക്ക് കോടതി കേസ് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ദേശീയതലത്തിൽ ജനങ്ങളെ ബാധിച്ചില്ല. ഡൽഹി, ചെന്നൈ, ബംഗളൂരു, മുംബൈ മെട്രോ നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ്. ജന്തർ മന്ദറിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. ഖനി അടക്കമുള്ള തൊഴിൽ മേഖലകളെ സമരം ബാധിച്ചിട്ടുണ്ട്. ബീഹാറിൽ RJDയുടെ നേതൃത്വത്തിൽ രാവിലെ റോഡ് റെയിൽ ഗതാഗതം തടഞ്ഞു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ഐക്യപ്രകടനം നടക്കും. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമാകും. പശ്ചിമ ബംഗാളിലും ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. മൈസൂരിൽ AITC-യുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടന്നു. എല്ലാ സംഘടിത തൊഴിലാളികൾക്കും കരാർ തൊഴിലാളികൾക്കും സ്കീം വർക്കർമാർക്കും പ്രതിമാസം 26,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കുക, പൊതുമേഖലാ സംരംഭങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് എറണാകുളം ജില്ലയിൽ പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. KSRTC സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്താൻ ഒരുങ്ങിയ ബസ്സുകൾ തടഞ്ഞു. കൊച്ചി മെട്രോ സാധാരണ നിലയിൽ സർവീസ് നടത്തി. ദേശീയ പണിമുടക്കിനെ തുടർന്ന് കൊച്ചിയിലെ നിരത്തുകളിൽ തിരക്ക് കുറഞ്ഞ സാഹചര്യമായിരുന്നു. സ്വകാര്യ വാഹനങ്ങളാണ് കൂടുതലായും നിരത്തിലിറങ്ങിയത്. കടകളും അടഞ്ഞുകിടന്നതിനാൽ ജനങ്ങൾ വലഞ്ഞു. ഒന്നുമില്ല, കുറേ നേരമായിട്ട് നിൽക്കുന്നു, ഒരു അരമണിക്കൂറായി നിൽക്കുന്നു. ഞാൻ സ്വന്തം നാട് കണ്ണൂരാണ്, ഇവിടെ വർക്ക് ചെയ്യുന്നു. പറഞ്ഞാൽ കംപ്ലീറ്റ് 100% കട ക്ലോസില്ല. എറണാകുളം KSRTC ഡിപ്പോയിൽ നിന്നും ബസ്സുകൾ സർവീസ് നടത്താൻ ഒരുങ്ങിയെങ്കിലും സമരാനുകൂലികൾ തടഞ്ഞു. കൊച്ചി മെട്രോ സാധാരണ സർവീസുകൾ നടത്തി. INTUC, CITU എന്നീ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധയിടങ്ങളിൽ പ്രകടനം നടന്നു. UDTF-ന്റെ നേതൃത്വത്തിൽ കാക്കനാട് നടന്ന പ്രകടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. തൃശൂരിൽ KSRTC സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയന്റെ പ്രകടനങ്ങൾ വിവിധ ഇടങ്ങളിൽ അരങ്ങേറി. തൃശൂർ KSRTC ഡിപ്പോയിൽ നിന്നും ഓടാൻ ശ്രമിച്ച ബസ് പ്രതീകാത്മകമായി സമരാനുകൂലികൾ തടഞ്ഞു. തൃശൂർ ഡിപ്പോയിൽ നിന്നും ചുരുക്കം ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ ഹർത്താൽ അനുകൂലികളുടെ ഭീഷണി. പടിഞ്ഞാറേ നടയിലെ ഹോട്ടൽ അടിച്ചു തകർത്തു. സ്ത്രീകളും കുട്ടികളുമടക്കം ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഘർഷമുണ്ടായത്. കൂട്ടമായി എത്തിയ സമരാനുകൂലികൾ ഹോട്ടലിലെ ഗ്ലാസുകളടക്കം തകർക്കുകയായിരുന്നു. ദേശീയ പണിമുടക്ക് മലബാറിലെ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു. കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകളൊന്നും തന്നെ പുറപ്പെട്ടില്ല. അതേസമയം പാവങ്ങാട് ഡിപ്പോയിൽ KSRTC ബസ് തടയുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോട് മുക്കത്തെ സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ സമരാനുകൂലികൾ അടപ്പിച്ചപ്പോൾ കാസർഗോഡ് നീലേശ്വരം നഗരസഭയിലെ ജീവനക്കാരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. ദേശീയ പണിമുടക്ക് വടക്കൻ കേരളത്തെ കാര്യമായി തന്നെ ബാധിച്ചു. KSRTC സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും കോഴിക്കോട് നിന്നും ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തിയില്ല. ഇതറിയാതെ എത്തിയ നിരവധി യാത്രക്കാരാണ് വലഞ്ഞത്. ഇവിടെ വന്ന് ബസ് ഓടുന്നതല്ല മന്ത്രിൻ്റെ പ്രസ്താവന. പക്ഷെ ഇവിടെ വന്ന് നോക്കുന്നേരം അങ്ങനത്തെ ഒരു നിലപാട് കാണുന്നില്ല. ബസ് ഉണ്ടാവും പറഞ്ഞിട്ട് വന്നതാ. ബസ് ഓടുന്നില്ല. എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ഒരു മാർഗം കാണുന്നില്ല. നോട്ടീസ് നൽകിയതാണെന്നും സമരത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയാത്തതിനാലാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്നുമായിരുന്നു CITU-വിന്റെ പ്രതികരണം. ഗതാഗത മന്ത്രിക്ക് ഈ ഇതിൻ്റെ പണിമുടക്കിൻ്റെ ആ മുദ്രാവാക്യത്തിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് വകുപ്പ് മന്ത്രിക്ക് അറിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പാവങ്ങാട് ഡിപ്പോയിൽ ജോലിക്കെത്തിയ 9ഓളം വരുന്ന BMS ട്രേഡ് യൂണിയനിൽപ്പെട്ട KSRTC ജീവനക്കാരെ CITU ജീവനക്കാർ ഇടപെട്ട് തടഞ്ഞു. സർവീസിന് വേണ്ടി തയ്യാറായി പുറത്തേക്ക് എടുക്കുമ്പോൾ സമരാനുകൂലികളെ തടയാണ് ഉണ്ടായത്. പോലീസ് സംരക്ഷണം തരികയാണ്. ഞങ്ങൾക്ക് എസ്കോർട്ട് തരികയാണെങ്കിൽ ഞങ്ങൾ സർവീസ് നടത്താൻ തയ്യാറാണ്. കോഴിക്കോട് മുക്കത്ത് സമരാനുകൂലികൾ നിരവധി സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും അടപ്പിച്ചു. ചരക്ക് കയറ്റിയ വാഹനങ്ങൾ തടഞ്ഞതിനൊപ്പം മീൻ മാർക്കറ്റും പൂട്ടിച്ചു. മുക്കം സിവിൽ സ്റ്റേഷനും കൃഷിഭവനും AE ഓഫീസും സമരാനുകൂലികൾ ഇടപെട്ട് അടപ്പിച്ചു.
പൊതുപണിമുടക്കിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനകൾ കോഴിക്കോട് ആദായനികുതി വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് LDF കൺവീനർ TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ പണിമുടക്ക് വൻ വിജയമായി എന്നുള്ളതിനെയാണ് തൊഴിൽശാലകളിൽ, വ്യവസായശാലകളിൽ, തൊഴിൽ കേന്ദ്രങ്ങളിൽ പണിമുടക്കിയതിന്റെ ഭാഗമായി വലിയ തോതിലുള്ള സ്തംഭനം ഇന്ന് രാജ്യം നേരിടുകയാണ്. കാസർഗോഡ് നീലേശ്വരം നഗരസഭയിൽ ജീവനക്കാരെ പൂട്ടിയിട്ടു. അമൃത ന്യൂസ്, കോഴിക്കോട്. മന്ത്രി ഗണേഷ് കുമാറിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമുണ്ടെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. തന്റെ അഭിപ്രായം CITU നിലപാടിന്റെ ഭാഗമാണ്. വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യുമെന്നും TP രാമകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു. എനിക്ക് എൻ്റെ നിലപാടുണ്ട്, എൻ്റെ രാഷ്ട്രീയമായ നിലപാടുണ്ട്, CITUവിൻ്റെ നിലപാടുണ്ട്. ആ നിലപാടെല്ലാം ഞാൻ നിലനിർത്തുകയാണ്. ഞാനിവിടെ പരസ്യമായി അത്തരം പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു വിവാദത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ചർച്ച ചെയ്യാൻ അവസരമുണ്ട്. അവിടെയെല്ലാം ഈ വിഷയങ്ങൾ ചർച്ച നടത്തി ഭാവിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പരമാവധി കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇടത് ദേശീയ പണിമുടക്ക് വിജയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പല സ്ഥലങ്ങളിലും BMS യൂണിയൻ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പണിമുടക്കിൽ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ് നാളെ BMS യൂണിയൻ റെയിൽവേ പണിമുടക്കിൽ ഉന്നയിക്കുന്നത്. എല്ലാ മെട്രോ നഗരങ്ങളിലും സംഘടിത കേന്ദ്രങ്ങളിൽ പണിമുടക്ക് പൂർണ്ണമാണെന്നും അദ്ദേഹം പറഞ്ഞു. പണിമുടക്കില്ലെന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവനയും ബിനോയ് വിശ്വം അപലപിച്ചു. ഇന്നത്തെ പണിമുടക്ക് എല്ലാ സ്ഥലങ്ങളിലും വിജയകരമായിരുന്നു. തൊഴിലാളി വർഗം, കർഷക ജനവിഭാഗങ്ങൾ സംയുക്തമായി പങ്കെടുത്ത ഈ പണിമുടക്ക് വാസ്തവത്തിൽ കേന്ദ്രത്തിലെ മോദി ഗവൺമെന്റിനുള്ള ഒരു മുന്നറിയിപ്പായി മാറി. ഒരു താക്കീതാണ്. ആ താക്കീതിന്റെ സാരാംശം നയങ്ങൾ മാറ്റിയേ തീരൂ മോദി ഗവൺമെന്റ്. തൊഴിലാളിക്കും കൃഷിക്കാർക്കും ജനതയ്ക്കുമെതിരായ നയങ്ങൾ മാറ്റാൻ BJP ഗവൺമെന്റ് കൂട്ടാക്കാത്ത പക്ഷം ആ ഗവൺമെന്റിനെ മാറ്റാൻ തന്നെ ഈ നാട്ടിലെ അധ്വാനിക്കുന്ന വർഗത്തിന്, അതിൽ കൃഷിക്കാരും തൊഴിലാളികളും തീർച്ചയായിട്ടും ഏറ്റവും വലിയ ശക്തിയാണ്. അവർക്ക് സാധിക്കുമെന്നാണ്. ദേശീയ പണിമുടക്ക് കോട്ടയം ജില്ലയിലും പൂർണ്ണമാണ്. ജില്ലയിലെ പ്രധാന നഗരങ്ങളിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. KSRTCയും സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങാതിരുന്നതോടെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചു. രാവിലെ ഈരാറ്റുപേട്ടയിൽ സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു. ഈരാറ്റുപേട്ട ഡിപ്പോയിൽ നിന്നും ആലപ്പുഴയിലേക്ക് സർവീസ് ആരംഭിച്ച ബസ്സാണ് ഈരാറ്റുപേട്ട ടൗണിൽ തടഞ്ഞത്. കട്ടപ്പനയിൽ നിന്നും എത്തിയ ബസ്സും നഗരത്തിൽ തടഞ്ഞു. CPM CITU പ്രവർത്തകരാണ് വാഹനങ്ങൾ തടഞ്ഞത്. പോലീസ് സംഘവും സ്ഥലത്തുണ്ടായിരുന്നു. കോട്ടയം നഗരത്തിൽ സമരത്തോടനുബന്ധിച്ച് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു. ഇടത് വലത് സംഘടനകൾ വെവ്വേറെ പ്രകടനമാണ് നടത്തിയത്. പണിമുടക്കിനോടനുബന്ധിച്ച് ജില്ലയിൽ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് തെക്കൻ കേരളത്തിലും ജനജീവിതത്തെ ബാധിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ പലയിടത്തും KSRTC ബസ്സുകൾ സമരാനുകൂലികൾ തടഞ്ഞു. കൊല്ലത്തും പത്തനംതിട്ടയിലും കടകൾ അടപ്പിച്ചു. അതേസമയം തിരുവനന്തപുരത്ത് ഓട്ടോ, ടാക്സി എന്നിവ സർവീസ് നടത്തുന്നുണ്ട്. തമ്പാനൂരിൽ നെയ്യാറ്റിൻകരയിലേക്ക് സർവീസ് നടത്താനിരുന്ന ബസ് സമരാനുകൂലികൾ തടഞ്ഞു. നെയ്യാറ്റിൻകര വെള്ളതട പാറശാല ഡിപ്പോയിലും നെടുമങ്ങാട് ഡിപ്പോയിലും ബസ് തടയുന്ന സാഹചര്യമുണ്ടായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് പോലീസ് ഗതാഗത സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. RCCയിലേക്കും മറ്റും പോകുന്നവർക്കാണ് ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഓട്ടോ, ടാക്സി എന്നിവ സർവീസ് നടത്തുന്നുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് 42 KSRTC ബസ്സുകളാണ് സർവീസ് നടത്തിയത്. എന്നാൽ സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയില്ല. കാട്ടാക്കടയിൽ ബസ് കണ്ടക്ടറെ മർദ്ദിച്ചതായി പരാതിയുണ്ട്. നെയ്യാറ്റിൻകര ഡിപ്പോയിലെ കണ്ടക്ടർ ഷിബുവിനാണ് മർദ്ദനമേറ്റത്. ഡയസ്നോൺ പ്രഖ്യാപിച്ചതിനാൽ KSRTC ഡിപ്പോകളിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും സർവീസ് നടത്തുന്നതിൽ നിന്ന് സമരാനുകൂലികൾ വിലക്കി. കൊല്ലത്ത് മരുന്ന് വിതരണ ഗോഡൌൺ സമരാനുകൂലികൾ അടപ്പിച്ചു. കൊല്ലം പത്തനാപുരത്ത് ഔഷധിയുടെ സബ് സെന്ററാണ് അടപ്പിച്ചത്. ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പത്തനംതിട്ടയിലും പണിമുടക്ക് പൂർണ്ണമാണ്. സർവീസ് നടത്താൻ ചില ജീവനക്കാർ എത്തിയെങ്കിലും സമരാനുകൂലികൾ അനുവദിച്ചില്ല. എന്നാൽ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് രാവിലെ സർവീസ് നടത്തി. ബസ്സിലെ ഡ്രൈവർ ഹെൽമറ്റ് ധരിച്ചാണ് വണ്ടി ഓടിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മന്ത്രി V ശിവൻകുട്ടി റോസ് ഹൗസ് മുതൽ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ ചെന്നത് കാൽനടയായി. സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് 1.5 കിലോമീറ്ററാണ് മന്ത്രി നടന്നത്. 6 മാസം മുൻപേ പ്രഖ്യാപിച്ച പണിമുടക്കാണ്. അതുകൊണ്ട് യാത്രക്കാരെ തടഞ്ഞതിൽ സമരക്കാരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് മന്ത്രി പറഞ്ഞു. പണിമുടക്ക് സംബന്ധിച്ച് ഗണേഷ് കുമാർ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമെന്നും ഗണേഷിന്റേത് ഇടതുമുന്നണി നിലപാടല്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. കേരളത്തിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ
നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളികളെ വിളിച്ച് സംസാരിക്കണം. എത്ര സംസ്ഥാനങ്ങളിൽ പരിപൂർണമായി പണിമുടക്ക് നടന്നു എന്നുള്ളതല്ല പ്രശ്നം. തൊഴിലാളികൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ അതിന് എത്രമാത്രം കഴമ്പുണ്ട്, എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്രമാത്രം ആവശ്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്. മുതലാളിമാർക്കും ഇന്ത്യൻ കുത്തകകൾക്കും സഹായകരമായ നിലപാട് ഒരു കാരണവശാലും സ്വീകരിക്കാൻ വേണ്ടി. എറണാകുളം കുറുമശ്ശേരിയിൽ 46-കാരൻ ആത്മഹത്യ ചെയ്തത് കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണി മൂലമെന്ന് കുടുംബം. പഴൂർ വീട്ടിൽ മധുമോഹനാണ് ജീവനൊടുക്കിയത്. വായ്പ തിരിച്ചടവിനായി ബാങ്ക് സാവകാശം നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു. കുറുമശ്ശേരി സ്വദേശി മധു ജീവനൊടുക്കാൻ കാരണം കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണിയാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. വായ്പാ തിരിച്ചടവിനായി ബാങ്ക് അധികൃതരോട് 15 ദിവസത്തെ സാവകാശം ചോദിച്ചിരുന്നു. വീട് വിറ്റ് ആ പണം അടയ്ക്കാനായിരുന്നു തീരുമാനം. വീട് വാങ്ങാൻ ആളുകളും വന്നിരുന്നു. എന്നാൽ സാവകാശം നൽകാതെ ജപ്തി നടപടികളുമായി ബാങ്ക് മുന്നോട്ടു പോയി. സാവകാശം നൽകിയിരുന്നെങ്കിൽ മധു മരിക്കില്ലായിരുന്നുവെന്ന് സഹോദരൻ ഹരികൃഷ്ണൻ പറഞ്ഞു. പുള്ളിക്ക് ഒരു 37 ലക്ഷം രൂപയായിരുന്നു ബാങ്കിന്റെ ബാധ്യത. അപ്പോൾ അവർ എടുക്കാൻ വന്ന പാർട്ടി 37 ലക്ഷം രൂപ കൊടുക്കാമെന്ന് റെഡിയായിരുന്നു. പക്ഷേ ഒരു 5 ദിവസം അതായത് ഈ മാസം 30-ാം തീയതി വരെ ഒരു കാലാവധി ചോദിച്ചായിരുന്നു. പക്ഷെ അവരത് തയ്യാറായില്ല. ബാങ്കുകാർ കൊടുക്കാനായിട്ട് സമയം തരാൻ പറ്റില്ല എന്നാണ് കർക്കശമായിട്ട് പറഞ്ഞിരുന്നത് അവർ. വീട് നിർമ്മാണത്തിനായി 21 ലക്ഷം രൂപയാണ് മധു വായ്പ എടുത്തത്. വീട് വിറ്റ് വായ്പ തിരിച്ചടയ്ക്കാൻ 30-ാം തീയതി വരെ സമയം ചോദിച്ചിരുന്നു. ബാങ്കിൽ നിന്നുള്ള നിരന്തര ഭീഷണി ഉണ്ടായിരുന്നതായും സഹോദരൻ ആരോപിക്കുന്നു. ഭാര്യ ശ്യാമയും സ്കൂളിൽ പഠിക്കുന്ന 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് മധുവിന്റെ കുടുംബം. നേരത്തെ പ്രവാസിയായിരുന്ന മധു ഡ്രൈവിംഗ് ജോലിയാണ് ചെയ്തിരുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. കേരള സർവകലാശാലയിൽ പോര് കടുക്കുന്നു. പദവിയിൽ തുടരരുത് എന്ന് ആവശ്യപ്പെട്ട് KS അനിൽകുമാറിന് സിസ തോമസ് കത്ത് നൽകി. രജിസ്ട്രാറുടെ ഓഫീസ് ഉപയോഗിക്കരുത് എന്ന് അധിക ചുമതല ഒഴിയുന്നതിന് മുമ്പ് താക്കീത് നൽകി. മോഹനൻ കുന്നുമ്മൽ തിരിച്ചെത്തി. അതേസമയം കേരള സർവകലാശാല VC-ക്കെതിരെയും ചാൻസലർക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കാനാണ് SFIയുടെയും DYFIയുടെയും തീരുമാനം. രജിത് കുമാറുണ്ട് വിവരങ്ങളുമായി. രജിത്ത്, ഈ കേരള സർവകലാശാലയിലെ പോര് അടുത്തൊന്നും അവസാനിക്കില്ല എന്ന് തന്നെയല്ലേ ഇപ്പോഴുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്? ഒപ്പം മോഹൻ കുന്നുമ്മൽ തിരിച്ചെത്തുമ്പോൾ ഈ SFI ഒപ്പം DYFIയുടെ പ്രതിഷേധം ശക്തമാവുക തന്നെയല്ലേ ചെയ്യുക? ഇന്നാണ് മോഹൻ കുന്നുമ്മൽ സംസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. നാളെ അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും. ശക്തമായ പ്രതിഷേധം തീർക്കാൻ തന്നെയാണ് DYFIയും SFIയും തയ്യാറെടുത്തിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ അവർ അക്കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ നാളെ യൂണിവേഴ്സിറ്റിയിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയത്ത് തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ നടന്ന അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കുന്നതിനായി പോലീസ് DGPക്ക് വൈസ് ചാൻസലർ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ 27 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുതന്നെയായാലും ശക്തമായ പ്രതിഷേധം തീർക്കാനാണ് പ്രതിപക്ഷ കക്ഷികളുടെ തീരുമാനം. രാജ്ഭവന്റെ ഇടപെടലും അതുപോലെ തന്നെ വൈസ് ചാൻസലറുടെ നടപടിയെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവർ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും ആ സസ്പെൻഷൻ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് താൽക്കാലിക VC ആയിരുന്നുള്ള സിസ തോമസ് കഴിഞ്ഞ ദിവസം തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അനിൽകുമാറിന് കത്തും നൽകിയിട്ടുണ്ട്. അനിൽകുമാറിന് നൽകിയ കത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒരു കാരണവശാലും ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കരുത് എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും കാരണവശാൽ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് കണ്ടാൽ കടുത്ത നടപടി നേരിടേണ്ടി വരും എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രതിഷേധം ശക്തമാവുമ്പോൾ രജിസ്ട്രാർ, വൈസ് ചാൻസലർ പോരും അതുപോലെ തന്നെ രാജ്ഭവൻ പോരും കൃത്യമായി തന്നെ നാളെയും വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ശരി, രജിത് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ പോലീസ് കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിസ്സാര കാര്യത്തിന് ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അതിൽ ബലിയാടാകുന്നത് വിദ്യാർത്ഥികളാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള സമരമാണിപ്പോൾ നടക്കുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസം. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും കൂട്ടുനിന്നു. എന്തിനു വേണ്ടി, ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു.
പോലീസ് അതിന് കൂട്ടുനിൽക്കുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും, ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. സംസ്ഥാനത്തെ ജലമേള കാലത്തിന് തുടക്കമിട്ട് ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന് അരങ്ങേറും. രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടി 5 ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കും. ജലമാമാങ്കത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. അജയ് നാഥുണ്ട് വിവരങ്ങളുമായി. അജയ്, ജലമേള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ ഒരു ആവേശമാണ്. എത്രത്തോളമായി ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമല്ലേ? ഒപ്പം ഈ ദേശീയ പണിമുടക്ക് ഇതിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? മായ, ഈ വള്ളം കളിക്ക്, അതായത് ജലമാമാങ്കത്തിൻ്റെ ആവേശത്തിന് വേണ്ടി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. 2:30 ഇതിൻ്റെ ഉദ്ഘാടനം നടക്കും. അക്ഷരാർത്ഥത്തിൽ മായ സൂചിപ്പിച്ചുള്ള തന്നെ ഈ ദേശീയ പണിമുടക്ക് ഈ ആലപ്പുഴ നഗരത്തെ ആകെ തന്നെ ഒരു സ്തംഭനാവസ്ഥയിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും, ആ ആളുകളെല്ലാം തന്നെ ഈ ചമ്പക്കുളം പ്രദേശത്തേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2:30 മത്സരങ്ങൾ ആരംഭിക്കും. എന്തായാലും സംസ്ഥാനത്താകെ തന്നെ ഈ കേരളത്തിൽ ആദ്യമായി ഒരു വള്ളംകളി മത്സരം തുടങ്ങുന്നത് ഈ ചമ്പക്കുളം മൂലം ജലോത്സവമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ മൂലം ജലോത്സവത്തിന് ശേഷമാണ് ഇനി നെഹ്റു ട്രോഫി വള്ളംകളി ഉൾപ്പെടെ അങ്ങനെ സംസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ, വിവിധ ജില്ലകളിലായി നടക്കുന്ന വള്ളംകളികളെല്ലാം തന്നെ നടക്കുന്നത് ഇതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് ചമ്പക്കുളവും ഒപ്പം ആലപ്പുഴ ജില്ലയും തന്നെ ഉള്ളത്. ചെറിയൊരു ആശങ്കയുള്ളത് മറ്റു ജില്ലകളിൽ നിന്നെല്ലാം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആദ്യ വള്ളംകളി തന്നെ ആയതുകൊണ്ട് തന്നെ, ജലമാമാങ്കത്തിൻ്റെ ഒരു തുടക്കം കുറിക്കുന്ന നിമിഷമായതുകൊണ്ട് തന്നെ ഈ കായിക പ്രേമികളെല്ലാം തന്നെ, ഈ ജലോത്സവ പ്രേമികളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊരു നേരിയ കുറവുണ്ടാകും എന്നതൊഴിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഇനം കൂടി ആയതുകൊണ്ട് തന്നെ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ട്. എന്തായാലും മൂലം വള്ളംകളിയുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ കൃത്യമായി പൂർത്തിയാകുന്ന സാഹചര്യമുണ്ട്. അനുബന്ധ പരിപാടികൾ ഉൾപ്പെടെ എല്ലാം വളരെ വിജയകരമായി തന്നെ നടക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും 2:30 തന്നെ മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി വള്ളംകളിയുടെ ഔദ്യോഗിക തുടക്കമാകും. 5 ചുണ്ടൻ വള്ളങ്ങളാണ് മാറ്റിയിരിക്കുന്നത്. 3 ഹീറ്റ്സിലാണ് മത്സരം നടക്കുന്നത്. 2 വള്ളങ്ങൾ വീതമുള്ള 2 ഹീറ്റ്സും ഒരു ഹീറ്റ്സിലും അത് ആ വള്ളം നേരിട്ട് ഫൈനലിൽ എത്തുന്ന ആയാപറമ്പ് വലിയ ദിവാൻജിയാണ്. ആ വള്ളം നേരിട്ട് ഫൈനലിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങേയറ്റം ആവേശകരമായ മത്സരം തന്നെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. 11 വള്ളങ്ങൾ മൊത്തത്തിൽ മത്സരിക്കുന്നത്. അതിനകത്ത് വെപ്പ്, A ഗ്രേഡ്, B ഗ്രേഡ് വള്ളങ്ങളുണ്ട്. അങ്ങനെ അജയ്, ചമ്പക്കുളം മൂലം ജലോത്സവത്തിന്റെ ഉദ്ഘാടനം 2:30 തന്നെ മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. അജയ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലദ്വാരത്തിൽ MDMA ഒളിപ്പിച്ച് കടത്തിയ യുവാവ് കൊല്ലത്ത് പിടിയിൽ. ഇരവിപുരം ചകിരിക്കട സ്വദേശി അജ്മൽ ഷായെയാണ് കൊല്ലം ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത്. ആദ്യം നടത്തിയ പരിശോധനകളിൽ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. എന്നാൽ ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതോടെ സ്കാനിംഗ് നടത്തിയപ്പോഴാണ് ശരീരത്തിനുള്ളിൽ 2 ഗർഭനിരോധന ഉറകളിലായി MDMA കണ്ടെത്തിയത്. ഗർഭനിരോധന ഉറകളിൽ 50 ഗ്രാം വീതം നിറച്ചാണ് MDMA മലദ്വാരത്തിൽ ഒളിപ്പിച്ചിരുന്നത്. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രതിയുടെ ശരീരത്തിൽ നിന്നും MDMA പുറത്തെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം ടെസ്റ്റ് നാളെ മുതൽ ലോർഡ്സിൽ. പേസും ബൗൺസുമുള്ള പിച്ചാണ് ലോർഡ്സിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത്. ജസ്പ്രീത് ബുംറ തിരിച്ചെത്തും. ആകാശ് ദീപും മുഹമ്മദ് സിറാജും തുടരും. പുതിയ ഗെയിം പ്ലാൻ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇംഗ്ലണ്ട്. എഡ്ജ്ബാസ്റ്റണിലെ ആധികാരിക ജയത്തിന്റെ ആവേശത്തിലാണ് 3-ാം ടെസ്റ്റിനായി ഇന്ത്യ ലോർഡ്സിൽ ഇറങ്ങുന്നത്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ മേധാവിത്വം ഉറപ്പാക്കാൻ ജയിക്കുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലെ ലക്ഷ്യം. ലീഡ്സിലും എഡ്ജ്ബാസ്റ്റണിലും ബാറ്റർമാർക്ക് അനുകൂലമായ പിച്ചായിരുന്നു. എന്നാൽ പേസും ബൗൺസുമുള്ള പിച്ചാകും ലോർഡ്സിലേത് എന്നാണ് സൂചന. 2-ാം ടെസ്റ്റിൽ വിശ്രമത്തിലായിരുന്ന ജസ്പ്രീത് ബുംറ ഇന്ത്യൻ നിരയിൽ മടങ്ങിയെത്തും. ആകാശ് ദീപും മുഹമ്മദ് സിറാജും കൂടി ചേരുമ്പോൾ ഇന്ത്യയുടെ പേസ് ബൗളിംഗ് നിര കൂടുതൽ ശക്തമാകും. ഷാർദുൽ ഠാക്കൂറിനെ കൂടി പരിഗണിച്ചേക്കും. ജോഫ്ര ആർച്ചറെയും ഗസ് അറ്റ്കിൻസിനെയും ഇംഗ്ലണ്ട് ടീമിൽ ഉൾപ്പെടുത്തും. വോക്സ്, ആർച്ചർ, അറ്റ്കിൻസൺ ത്രയത്തിനൊപ്പം ബെൻ സ്റ്റോക്സും കൂടി ചേരുമ്പോൾ ഇംഗ്ലണ്ട് പേസ് വിഭാഗത്തിനും മൂർച്ച കൂടും. യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത്, ശുഭ്മാൻ ഗിൽ, KL രാഹുൽ അടക്കമുള്ളവരിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഭദ്രമാണ്. നിർണായകമായ 3-ാം നമ്പറിൽ കരുൺ നായരെ തന്നെ നിലനിർത്തിയേക്കും. ഹാരി ബ്രൂക്ക്, ജെമി സ്മിത്ത്, ഒലി പോപ്പ്, ബെൻ ഡക്കറ്റ് ഉൾപ്പെടെയുള്ളവർ ഇംഗ്ലണ്ട് ബാറ്റിംഗിന്റെ പ്രതീക്ഷയാണ്. 2021 ലോർഡ്സിൽ ഇരു ടീമും അവസാനമായി മത്സരിച്ചത്. 151 റൺസിന് അന്ന് ഇന്ത്യ ജയിച്ചിരുന്നു. പ്രതീക്ഷിക്കുന്ന പോലെ സംഭവിച്ചാൽ ലോർഡ്സിൽ മത്സരം തീപാറുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
വാശിയേറിയ പോരാട്ടങ്ങൾക്കും അട്ടിമറികൾക്കും ഒടുവിൽ ക്ലബ് ലോകകപ്പ് കലാശക്കൊട്ടിലേക്ക്. ഫിഫ ലോകകപ്പിന്റെ ആദ്യ ഫൈനലിസ്റ്റായി ചെൽസി. ആദ്യ സെമി ഫൈനലിൽ ബ്രസീലിയൻ ക്ലബ് ഫ്ലൂമിനൻസിനെ പരാജയപ്പെടുത്തിയാണ് ചെൽസിയുടെ മുന്നേറ്റം. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ചെൽസിയുടെ ജയം. ജയോ പെഡ്രോ ആണ് ചെൽസിയുടെ 2 ഗോളുകളും നേടിയത്. ഇന്ന് നടക്കുന്ന 2ാം സെമിയിൽ PSG റയൽ മാഡ്രിഡിനെ നേരിടും. ഇന്ത്യൻ സമയം അർദ്ധരാത്രി 12:30 മുതലാണ് മത്സരം. ജൂലൈ 14-നാണ് ഫൈനൽ. ഇതോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.